ഞങ്ങൾ ഏതൊരു യാത്ര പോകുമ്പോഴും ആദ്യം വരുന്നത് ദോ ഇവിടേക്കാട്ടോ. ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഇതൊരു ദേവീക്ഷേത്രമാണ്. ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളുടെ ഏതൊരു യാത്രയും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നും അതിൻ്റെ പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. നേരെ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ കാത്തോണേ ഞങ്ങൾ തിരിച്ചു വരുന്നവരെ എന്ന്. അങ്ങനെ പ്രസാദം മേടിച്ചപ്പോൾ ഒരു വെള്ളപ്പൂവൊക്കെ കിട്ടി കേട്ടോ. എനിക്ക് ആ വെള്ളപ്പൂ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്നറിയത്തില്ല, എൻ്റെ കുഞ്ഞിലേ മുതലുള്ള ഒരു ശീലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ യാത്ര ദാ ഇവിടുന്ന് തുടങ്ങുകയാണ്. നമ്മൾ പോകുന്നത് തെങ്കാശിയിലേക്കാട്ടോ. അപ്പോൾ പോകുന്ന വഴി ഇതാണ് തഴുത്തല ഗണപതി അമ്പലം. ഗണപതിയോടും പ്രാർത്ഥിച്ച് എല്ലാം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോവാണ്. നമുക്ക് പിന്നെ ഒരു വൈബ് വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് തെന്മല കയറണം കേട്ടോ. തെന്മല ആയിക്കഴിഞ്ഞാൽ ഒരു വേറൊരു ഫീലാണ്. അതെങ്ങനെ പറയണം എന്ന് എനിക്കറിയത്തില്ല. തെന്മലയിൽ നമുക്ക് ഒരുപാട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തെന്മല വരെ ഒന്ന് കറങ്ങി വന്നാൽ മതി. നമ്മൾ ഓക്കെ ആവും കേട്ടോ. അത്രയ്ക്ക് വൈബാണ് തെന്മല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാട്ടോ. അപ്പോൾ ദാ ഈ കാണുന്നതാണ് തെന്മല ഡാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വണ്ടി നിർത്തിയൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഈ കാണുന്നതാണ് തെന്മല ഡാം ട്ടോ. അപ്പോൾ ഡാമിലേക്കുള്ള എൻട്രി ഇതാ ഇവിടെയാണ്. ഇത് കല്ലട പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഡാമാട്ടോ. ആ കവാടത്തിൽ കൂടി നമുക്ക് അകത്തോട്ടേക്ക് എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ അകത്തോട്ട് കയറാം. അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കാണുന്നതാണ് 13 കണ്ണറ പാലം. ആർച്ച് ബ്രിഡ്ജ് എന്നും പറയും ട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് കയറി നിൽക്കാൻ പറ്റും. ഞാൻ അവിടെയൊന്നും കയറിയില്ല. എൻ്റെ ലക്ഷ്യം തെങ്കാശിയാണ്. ഇതിൽ കൂടിയുള്ള ട്രെയിൻ യാത്ര പറഞ്ഞറിയിക്കാൻ വയ്യ, കിടുവാട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രെയിനിൽ അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ദാ ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട് കയറുക കേട്ടോ. കേരള ബോർഡർ കഴിഞ്ഞു. തമിഴ്നാട് കയറുകയാണ്. തമിഴ്നാട് കയറിക്കഴിഞ്ഞാൽ നിറയെ നമ്മുടെ പഴയ കേരളം പോലെയാട്ടോ തമിഴ്നാട് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് രാവിലെ നന്നായിട്ട് വിശന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8, 8:30 ആയിട്ടുണ്ട്. നേരെ അവിടെ ഒരു കടയിൽ കയറി ദോശ കഴിച്ചു. ദോശയാണോ അപ്പമാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ കുഴപ്പമില്ല, അത് നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ അതുമൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ അവിടുന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ്. ആ ഹോട്ടലിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന ഒരു മലയാട്ടോ ഇത്. നമുക്കവിടെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാടെന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ കേരളം പോലെയാണെന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുമലക്കോവിലേക്കാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ആ തെങ്കാശിയിലെ ചെറിയ തെരുവുകളിൽ കൂടിയൊക്കെ ആട്ടോ പോകുന്നത്. ഇതൊക്കെ പണ്ട് നമ്മുടെ കേരളത്തിൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമുക്കിതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രാക്ടറൊക്കെ കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോവാണ്. ഇവിടുത്തെ അമ്പലങ്ങളെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതൊരു വേറൊരു സ്റ്റൈലാണ്. അത് നമുക്കറിയാലോ. നമ്മുടെ കേരളത്തിലുള്ള അമ്പലങ്ങൾ പോലെയല്ല. അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള പ്രതിഷ്ഠകൾ പോലെയും അല്ല തമിഴ്നാട്ടിലെ ഇതെന്ന് പറയുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങൾ കണ്ടില്ലേ, ആ മലയുടെ മുകളിലുള്ള ആ അമ്പലമാണ്. അപ്പോൾ തിരുമല കോവിലിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കണം. ഇവിടെ നിന്ന് അല്ലെങ്കിൽ സ്റ്റെപ്പിൽ കൂടി നമുക്ക് കയറി പോകാം. ഞങ്ങൾ നേരെ വണ്ടി എടുത്താണ് പോകുന്നത്. കാരണം ലേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 11:30, 12 മണി വരെ എന്തേ ഉള്ളൂ ദർശനം. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയ ഹെയർ പിൻ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കൂടി ഇങ്ങനെ പോവാണ്. പക്ഷേ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എനിക്ക് അത്രയും ഞാൻ എങ്ങനെയാണോ നേരിട്ട് കണ്ട അത് അത്രയും എനിക്കൊന്നും ക്യാമറയിലൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. അത് നേരിട്ട് തന്നെ നിങ്ങളൊന്ന് ചെന്ന് കാണണം. നമ്മൾ ഇപ്പോൾ കൊല്ലമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒറ്റ ദിവസത്തിൻ്റെ ഇത് മതി നമുക്ക് പോയിട്ട് തിരിച്ചു വരാനായിട്ട്. അകത്തോട്ട് ക്യാമറ അലൗഡ് അല്ല. നമുക്ക് പോയി തൊഴുത് ഇറങ്ങിയതിന് ശേഷമുള്ളതാട്ടോ. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്കാശിയുടെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നത് പല വീഡിയോയിലും ഞാനതങ്ങനെ കേട്ടിട്ടുണ്ട്. അത് വെറുതെ അല്ല, തെങ്കാശി മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്നാൽ കാണാൻ പറ്റും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആട്ടോ. നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാറ്റെന്ന് പറഞ്ഞാൽ പോരാ, നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു കേട്ടോ. എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാനവിടെ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അത്രയ്ക്ക് കാറ്റായിരുന്നു. ആ ഒരു അതിൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എങ്ങനെയാ ഇത് ഇത് നമുക്ക് വാക്കിൽ ഒന്ന് പറഞ്ഞ് നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് വന്ന് നിങ്ങളൊന്ന് ഫീൽ ചെയ്യണം കേട്ടോ ഇവിടെ വരുമ്പോൾ ഉള്ളൊരു ഇത്. ഈ അമ്പലത്തിന് ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും. ഇതേപോലെ വൈറ്റ് ആയിട്ടുള്ളൊരു ഇതവർ കൊടുത്തിട്ടുണ്ട്. ഈ വൈറ്റിൽ കൂടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലൊന്നും പൊള്ളത്തില്ല കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കാല് പൊള്ളും. പിന്നെ അവിടെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട്. ആ കാറ്റിൻ്റെ ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ഈ ദൂരെ നിന്നൊക്കെ കാണുന്നത് കോടയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അത്രയും വെയിലുണ്ടെങ്കിലും ആ കാറ്റുള്ളത് കൊണ്ട് വല്ലാത്തൊരു ഫീലാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സൈഡിലൊരു കടയുണ്ടെന്ന്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ചു. അവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. പൊങ്കലോ കൂളെന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനതൊന്നും മേടിച്ചില്ല കേട്ടോ. അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളവും മേടിച്ചിട്ട് ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങുവാണ്.
ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റെപ്പ് കണ്ടോ? ഈ ഒരു സ്റ്റെപ്പ് താഴേന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു ആർച്ച് കാണുന്നില്ലേ? ആ ആർച്ചിൽ കൂടി നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ കയറി വരാം ട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ നല്ല ലേറ്റായി എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് സ്റ്റെപ്പ് കയറാതിരുന്നത്. പിന്നെ ഇത്രയും സ്റ്റെപ്പ് ഞാൻ കയറി വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് ഭഗവാനെ കാണാൻ പറ്റത്തില്ല. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മുരുകനാണ്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ സ്റ്റെപ്പ് കയറി വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറി വരാം. നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇച്ചിരി നമ്മൾ നേരത്തെ വരണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി തിരിച്ച് താഴെ നമ്മൾ ആ ടിക്കറ്റ് എടുത്തില്ലേ, പാസ് എടുത്തു. ഒരു 60 രൂപയോ 50 രൂപയോ എന്തോ ആയിരുന്നു മുകളിലോട്ട് പോകാനുള്ള ടിക്കറ്റ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു മാമ്പഴത്തിൻ്റെ ഒരു ഷോപ്പാട്ടോ. ഇത് ഇവിടുന്ന് തന്നെ ഇവരുടെ തന്നെ ഇവിടെ അറിയാമല്ലോ, നമുക്കിവിടെ തെങ്കാശിയിൽ ഇഷ്ടം പോലെ മാമ്പഴത്തിൻ്റെ തോട്ടങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കൊണ്ടുവരുന്ന മാങ്ങകളാട്ടോ. ഇത് നീലം മാങ്ങ ഏതോ ആയിരുന്നു. അപ്പോൾ ഞാൻ മധുരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ നിന്ന് ആ ചേച്ചി എനിക്ക് കട്ട് ചെയ്തിട്ട് തന്നു. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്കതിന് നല്ല മധുരമായിട്ട് ഫീൽ ചെയ്തിട്ട് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല സ്വീറ്റായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇത് 3 കിലോ 100 രൂപയേ ഉള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 3 കിലോ മാങ്ങയൊക്കെ മേടിച്ചു. ആ ചേച്ചി ആ മാങ്ങ എനിക്ക് കട്ട് ചെയ്ത് തന്നത് തിരിച്ചെനിക്ക് തന്നെ തന്നു വിട്ടേ. കാരണം ഞാൻ നേരെ കാറി വന്നിരുന്ന ആ മാങ്ങയൊക്കെ അങ്ങ് കഴിച്ചു. കാരണം എനിക്ക് രാവിലത്തെ ദോശ ഞാൻ കഴിച്ചെങ്കിലും എനിക്ക് ഇച്ചിരി വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ മാങ്ങയൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണേ. പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന ഒരു ഇതാണ്, ദാ ഇതുപോലുള്ള ഫാനുകൾ കാണും. ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ തമിഴ്നാട്ടിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് 2, 3 സ്പോട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി എവിടെ പോകാം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇനി നേരെ നമുക്ക് കുറ്റാലം പോകാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറ്റാലം പോവാണ്. അപ്പോൾ കുറ്റാലം പോകുന്ന വഴിക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. നൊങ്ക് എന്ന് പറയും, പനങ്കരിക്ക എന്ന് പറയും കേട്ടോ. അപ്പോൾ കുറ്റാലത്തേക്കുള്ള എൻട്രി ഇവിടെ നിന്ന് നമുക്ക് വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ 2 പാക്കറ്റ് അവരിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ പാളയിൽ ഇതിങ്ങനെ പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സെറ്റ് അവരുടെ അടുത്ത് നിന്ന് മേടിച്ചു. എന്നിട്ട് നേരെ കുറ്റാലം വരുവാണ് കേട്ടോ. അപ്പോൾ കുറ്റാലത്ത് പാർക്ക് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. നമ്മൾ സാധാരണ കാണുന്ന ഒരു വെള്ളച്ചാട്ടം പോലെയല്ല ഈ കുറ്റാലം. നമ്മൾ അതിരപ്പള്ളി പോവുകയാണെങ്കിലും ഞാൻ വയനാട് സൂചിപ്പാറ പോവുകയാണെങ്കിലും ഒരുപാട് ദൂരം നമുക്ക് ഈ വെള്ളം കാണുമെങ്കിൽ നമ്മൾ ഒരുപാട് ദൂരം നടക്കണം, ഒരുപാട് ദൂരം താഴേക്ക് ഇറങ്ങണം. തിരിച്ചാണെങ്കിൽ അതിനേക്കാളും പാടാണ് തിരിച്ച് കയറുക എന്നുള്ളത്. ഇതങ്ങനെ ഒന്നുമല്ല, നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് 2, 3 സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമായി കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇതിന് മുന്നേയും കുറ്റാലം വന്നപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്നല്ലോ എന്ന്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വെളിയിൽ വന്നപ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ള കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവിടെ ഒരു കാടമുട്ട ഇതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. മുട്ടയാണല്ലോ, അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞൊരു ഹോള് പോലുള്ളൊരു ഇതാണ്. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ചട്ടി പോലുള്ള ഒരു വലിയൊരിത്. എന്നാൽ ഉണ്ണിയപ്പത്തിൻ്റെ അത്രയുള്ള സൈസൊന്നുമില്ല, ഇച്ചിരി ചെറുതാണ്. അങ്ങനെ ആ പയ്യനിങ്ങനെ ഓരോ മുട്ടയായിട്ട് അതിനകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് എന്തൊക്കെയോ അവരുടെ ഒരു ഉപ്പും മസാലകളൊക്കെ ആയിരിക്കും, എന്തൊക്കെയോ ഒരു മസാലയൊക്കെ ഇട്ടിട്ട് അത് നമ്മൾ ഉണ്ണിയപ്പം തിരിച്ചിടുന്ന പോലെ അങ്ങ് തിരിച്ചിടുവാണ്. അതായത് ഈ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ. അപ്പോൾ അതങ്ങ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റിക്കിൽ ഒട്ടി പിടിച്ചിരിക്കുമല്ലോ, എന്നിട്ട് അങ്ങനെ അങ്ങ് തിരിച്ചിട്ടിട്ടെടുക്കാൻ വേണ്ടി. ഇവിടെ ഇങ്ങനെ പൊട്ടറ്റോയുടെ ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ മേടിച്ചില്ല. എനിക്ക് ഈ കാടമുട്ട കണ്ടപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ അത് മേടിച്ചു. പോപ്കോൺ, മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ, പോപ്കോൺ അല്ല, നമ്മുടെ കോണുണ്ടല്ലോ, അതിങ്ങനെ പുഴുങ്ങി അങ്ങനെ എന്തോ. ഞാനത് കഴിക്കത്തില്ല, എനിക്കതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ട്രൈ ചെയ്തില്ല കേട്ടോ. അങ്ങനെ ഇത് മാത്രമാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു കേട്ടോ. കാരണം നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, മുട്ടയാണല്ലോ, മുട്ടയും കുരുമുളകും ഒക്കെ ആണല്ലോ. പിന്നെ ഒരു ചമ്മന്തി തന്നു കേട്ടോ, അത് കിടുവാണ്, അത് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ പയ്യനെടുത്ത് തന്ന ഉടനെ ഞാൻ ആക്രാന്തത്തിൽ അങ്ങ് കഴിക്കുവാണ്. പക്ഷേ സാധനം പൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഐന്തരുവി വാട്ടർഫോൾസിലാട്ടോ ഞാൻ ഇപ്രാവശ്യം വന്നത്. ഞാൻ ഇതിനു മുന്നേ വേറൊരെണ്ണത്തില്ല, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഇത് ഐന്തരുവിയാണ്. 5 സ്ഥലത്തുകൂടി ഇങ്ങനെ വെള്ളം വരും കേട്ടോ. ഇതിൽ സെൻറ്ററിൽ നമുക്ക് ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടും ജെൻസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും എല്ലാവരും ഒരുമിച്ചാണെന്ന്, അങ്ങനെയല്ല, സൈഡിൽ നിന്നിട്ട്. പിന്നെ പറയാനായിട്ട് കുരങ്ങന്മാരെ, ഞാൻ സാധാരണ തെന്മല വന്നു കഴിഞ്ഞാൽ നമ്മൾ തെന്മല കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കുരങ്ങന്മാരെ കാണാറുണ്ട്. ഇപ്രാവശ്യം കുറ്റാലം വന്നപ്പോഴാണ് ഞാൻ ഈ കുറച്ച് കുരങ്ങന്മാരെ കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ റോഡിലൊക്കെ നിറയെ കാണാൻ പറ്റുമായിരിക്കും. ഞങ്ങൾ പോയൊരു ദിവസം എന്ന് പറയുന്നത് എന്തോ അവധി ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നത് മുസ്ലിംസിൻ്റെ എന്തോ ഒരു പെരുന്നാളിൻ്റെ ദിവസമാണ് ഞങ്ങൾ പോയത്. അപ്പോൾ
ഞാൻ വരുന്ന വഴിക്ക് പറയുന്നുണ്ടായിരുന്നു കുരങ്ങന്മാരും കൂടി എന്ന പെരുന്നാൾ ആഘോഷിക്കാൻ പോയി കാണുമായിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഒരാളെ പോലും റോഡിലൊന്നും കാണാനില്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ മാറിയൊക്കെ നിന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആ വെള്ളത്തിലൊന്ന് തൊടുമെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വന്ന് കുറച്ച് കയ്യും മുഖവും ഒക്കെ ഒന്ന് കഴുകി കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തണുപ്പായിരുന്നേ. നല്ല കൂളിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ലേഡീസിൻ്റെ അവിടെ വരുന്ന വെള്ളം കുറച്ചും കൂടി കുറവായിരുന്നു കേട്ടോ. ജെൻസിൻ്റെ അവിടെ ആയിരുന്നപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ടായിരുന്നേ. ഈ വെള്ളത്തിൽ കഴുകാനായിട്ട് ഈ കുളിക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും ക്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുളിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് കയ്യിലൊന്ന് ആ വെള്ളത്തിലൊന്ന് തൊട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സൈഡിൽ കൂടി പോയിട്ട് ഈ ഒഴുകി വരുന്ന വെള്ളത്തിലിങ്ങനെ കൈയൊക്കെ വെച്ച് നിന്നിട്ട്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാട്ടോ. അപ്പോൾ നിങ്ങൾ തെങ്കാശി പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കുറ്റാലം വരണം കേട്ടോ. അവിടെ എന്നെ കണ്ടിട്ടാണോ എന്നറിയത്തില്ല, ഒരു കുഞ്ഞു കൊച്ചെൻ്റെ അടുത്ത് വന്നിങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ അവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ തമിഴിലാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ അവളുടെ പേരും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പനി പിടിക്കത്തില്ലേ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവൾക്ക് പനിയൊന്നും വരത്തില്ല, അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ കണ്ണാടിയിലൊക്കെ വെള്ളം വീണിട്ടുണ്ടെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സാരമില്ല, ഞാൻ തുടച്ചോളാന്ന്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഇവിടെ സൈഡിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഷോപ്പുകളുണ്ടെന്ന്. അതിലൊരു ഷോപ്പിൽ ഈ ആട്ടുംകാലെന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഞാനത് എന്താണെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കടകളുടെ ഫ്രണ്ടിലൊക്കെ ഈ സാധനം വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആട്ടുംകാൽ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു സൂപ്പ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം വേദനയും ഒക്കെ മാറും, നടുവേദനയൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന്. ഞാൻ മണത്തൊക്കെ നോക്കി എന്തെങ്കിലും സ്മെല്ല് വരുന്നുണ്ടോയെന്ന്. എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ടുള്ളൊരു സ്മെല്ലൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ അവിടെ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നോക്കുന്നത് ഇതിൻ്റെ പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി. ഇത് നമ്മുടെ ദേഹത്തൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ചുണങ്ങ് പോലെയുള്ള സാധനങ്ങളൊക്കെ വരത്തില്ലേ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ. പൊടിയടിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അങ്ങ് വരുവാണെങ്കിൽ ഇത് പൊട്ടിച്ചിട്ട് ഇത് പുളുങ്കുരുവിൻ്റെ വലുതായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊരു പേര് പറഞ്ഞു ഞാൻ വിട്ടുപോയതാണേ. അത് പൊട്ടിച്ചിട്ട് അതിനകത്ത് നമ്മുടെ ജാതിക്കയൊക്കെ പൊട്ടിച്ചെടുക്കുന്ന പോലെ ഉണ്ടാവും. അത് ഉരച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ മാറിപ്പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള മസാല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കടുക്ക, ഇത് കടുക്കയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. ഇതിൻ്റെയൊക്കെ പേര് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രായമായ ഒരു അച്ഛനും അമ്മയും നടത്തുന്ന കടയിലാണ് ഞാൻ കയറിയത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടേയും ചോദിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അവർ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്പൈസസ് ഒക്കെ ഉണ്ടായിരുന്നു. ബിരിയാണി മസാല, നമ്മുടെ തമിഴ്നാട് ബിരിയാണി നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പൈസ് ആയിരിക്കും. അതിനുള്ള മസാലകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശി വിശ്വനാഥ ടെമ്പിളിനാട്ടോ. ഇതും നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വന്നിരിക്കണം കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതെങ്ങനെയാ അതിനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. നമ്മൾ മലയുടെ മുകളിൽ തിരുമല കോവിലിൽ നമ്മൾ പോയപ്പോൾ മലയുടെ മുകളിലായിരുന്നു അത്രയും കാറ്റെങ്കിൽ കാശി വിശ്വനാഥ ടെമ്പിളിൽ ആ ഫ്രണ്ടിൽ പോലും ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. കാറ്റെന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ പറന്ന് പോകുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു. അത്രയ്ക്ക് കാറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാറ്റ് വരുന്നതെന്ന് അറിയത്തില്ല. റോഡ് സൈഡിലുള്ള ഒരു അമ്പലമാണ്. പക്ഷേ ഭയങ്കര കാറ്റായിരുന്നു. ഇവിടെ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറിയപ്പോഴത്തേക്കും എന്തോ ഒരു ബിൽഡിംഗ് പൊളിഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ കല്ലിങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം, എനിക്കും വെക്കണമെന്ന്. ഞാൻ പിന്നെ ആരും വെച്ചതൊന്നും പൊളിച്ചെടുത്തില്ല. അവിടെ ഇവിടെയൊക്കെ കിടന്ന കല്ലുകളൊക്കെ പെറുക്കി എടുത്തിട്ട് ഒരു കുഞ്ഞാക്കി ഞാനും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ചുമ്മാ ഒരാഗ്രഹം അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും വെച്ചേക്കുന്നല്ലോ അപ്പം നമുക്കും അങ്ങ് വെക്കാമെന്ന് തോന്നി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ നേരെ ഫ്രണ്ടിൽ ആ ഗോപുരം നോക്കുവാണ്. നമ്മൾ വെളിയിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ അകത്തുനിന്നും അതേപോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ. ഓരോന്നും എനിക്ക് എടുത്ത് എന്തിനെക്കുറിച്ചാണ് അവർ ചെയ്തു വെച്ചേക്കുന്നതെന്നും പറയാനറിയത്തില്ല. പക്ഷേ ഓരോന്നും നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ള പഴയ കഥകളുടെ ഓരോ ഇതാട്ടോ അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ അകത്തോട്ട് കയറുമ്പോൾ ഞാൻ അകത്തോട്ടൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെ ഫോൺ അലൗഡ് അല്ല എന്നൊന്നുമില്ല. നമുക്ക് ഫോൺ യൂസ് ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ അകത്തോട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഈ പറയുന്ന കുറച്ച് വെളിയിലോട്ട് ഇറങ്ങുന്ന കുറച്ച് പോർഷനൊക്കെ എടുത്തുള്ളൂ. ഫുള്ള് കരിങ്കല്ലാട്ടോ. ഫുള്ള് കരിങ്കല്ലിൽ ചെയ്തേക്കുവാണ്. ഭയങ്കര കൂളിംഗാണ്. നല്ല തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ടൊക്കെ നമ്മൾ കയറുന്ന സമയത്തും ഒക്കെ. ഒരുപാട് ആൾക്കാരിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് അവർ സ്നാക്സൊക്കെ കൊണ്ടുവന്ന് അവരങ്ങനെയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒറ്റ കല്ലിൽ ചെയ്തെടുത്ത് വെച്ചേക്കുന്ന കുറേ ശില്പങ്ങളാട്ടോ. അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കാണാനായിട്ടൊക്കെ ഉണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം അത്
ഇതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. കാരണം ഞാൻ പറഞ്ഞല്ലോ, തിരുമല കോവിലിൽ നമ്മൾ മലയുടെ മുകളിൽ അത്രയും കാറ്റ് വരുമ്പോൾ നമ്മൾ ആ മലയുടെ മേളിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാറ്റ് ഓക്കെ. അവിടെ അത്രയും കാറ്റ് വരും എന്ന് പറയുമ്പോൾ. പക്ഷേ ഇത് ഇത്രയും താഴെയുള്ള റോഡ് സൈഡിലുള്ള ഒരു അമ്പലത്തിൽ ഇത്രയും കാറ്റിങ്ങനെ അടിക്കുമ്പോൾ അതെന്താ അതിൻ്റെ ഇതൊന്നും എനിക്കറിയത്തില്ല. ഭയങ്കര തണുപ്പും ഭയങ്കര കാറ്റും ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്ടോ. ഇനി ഉറപ്പായിട്ടും ഞാൻ തെങ്കാശി പോവുകയാണെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് പോവും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു അമ്പലത്തിൽ വന്നത് ട്ടോ. ഇതിന് ചുറ്റും ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളുണ്ട്. ഇത് ശിവനാണ് ഇവിടെ. ശിവൻ്റെ പല 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 ഓരോ ഇതാണ് ഇവിടെ ഓരോ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളിലും ഇരിക്കുന്നത്. മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നതും ശിവനാണ്. ഇതിൻ്റെ സൈഡിലിരിക്കുന്നത് മുഴുവനും ശിവൻ തന്നെയാണ്. അങ്ങനെ ഞാൻ ദാ അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുക. ഇങ്ങനൊരു റീൽസ് ഉണ്ടല്ലോ, കൈ പിടിച്ചോടുന്നത്. ഈ ഏട്ടനോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഞാനിങ്ങനെ കൈ പിടിക്കാൻ, ഏട്ടൻ ഒന്ന് എൻ്റെ കൂടെ ഇങ്ങനെ ഓടി വരുമോ, ഇങ്ങനെ ഒരു റീൽസ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇതാ വെളിയിലോട്ട്, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങാനേ തോന്നുന്നില്ലായിരുന്നു. എനിക്കിവിടുന്ന് പോകണമെന്നേ എനിക്കില്ലായിരുന്നു. വീണ്ടും തിരിച്ച് വീട്ടിൽ പോകണമല്ലോ എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ചായക്കടകൾ, ഇവിടെ ഒരുപാട് ചായക്കടകളുണ്ട് കേട്ടോ. തമിഴ്നാടിൻ്റെ ഒരു കാര്യം വേറൊരെണ്ണം കൂടി പറയാം, നമുക്ക് നല്ല കോഫി കിട്ടും. നല്ല കോഫിയും നല്ല വടയും ഉഴുന്നുവടയൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു തേൻ വിൽക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ഞാൻ ആ ചേട്ടനോട് തേനിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 1200 അങ്ങനെ എന്തോ ആണ് റേറ്റ് പറഞ്ഞത്. ഞാൻ വേണ്ട, പിന്നെ പുള്ളി എന്നെ ഒരുപാട് നിർബന്ധിച്ചു ആ തേൻ മേടിക്കാൻ പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. കാരണം എനിക്കത് കണ്ടിട്ട് ഒറിജിനൽ തേനായിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് സാധാരണ തേൻ മേടിച്ചുകൊണ്ട് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒറിജിനൽ തേൻ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് മേടിക്കും. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് മേടിച്ച് തന്നിട്ട് ഒരു വർഷമായി. ഏട്ടനൊരു 2 കിലോ തേൻ ഇടുക്കിയിൽ നിന്ന് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടാട്ടോ മേടിപ്പിച്ചത്. അത് നല്ല തേനായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമിഴ്നാടിനോട് യാത്ര പറയുക കേട്ടോ. എനിക്കിവിടെ നിന്ന് പോകുമ്പോൾ നല്ല വിഷമമുണ്ട്. ഞങ്ങളൊരു ചുമ്മാ ഒന്ന് മൈൻഡ് ഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. പക്ഷേ പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്ക് എങ്ങനെ പറയണം എന്നറിയത്തില്ല. അത്രയ്ക്ക് ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. നമ്മുടെ ഇവിടുന്ന് എല്ലാവരും കൊല്ലങ്കോട് കാണാനൊക്കെ പാലക്കാടോട്ട് പോകുന്നുണ്ടല്ലോ. നമുക്ക് പാലക്കാട് ഒന്നും പോകണ്ട. നമ്മളിവിടെയുള്ള ആൾക്കാർക്ക് ജസ്റ്റ് നമ്മുടെ കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തമിഴ്നാട്ടിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലങ്കോടിനേക്കാളും ബ്യൂട്ടിഫുള്ളാണ്. ഞാനീ പോയ സമയത്ത് പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ കൃഷി ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കൊല്ലങ്കോടിനേക്കാളും വെട്ടിക്കും കേട്ടോ നമ്മുടെ തമിഴ്നാട്. പിന്നെ ഇവിടെ എനിക്ക് മിസ് ചെയ്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ബോർഡർ ചിക്കൻ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചെന്നപ്പോൾ അത് അടച്ചിട്ടേക്കുമായിരുന്നു. തിരിച്ച് ഞാൻ പോകുന്ന സമയത്ത് നോക്കുവാണ് ബോർഡർ ചിക്കൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. ഷോപ്പ് അടച്ചിട്ടേക്കുമായിരുന്നു. തമിഴ്നാട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ഒരു ബിരിയാണി കഴിക്കാതെ എങ്ങനെ പോകും? എനിക്കാണെങ്കിൽ തമിഴ്നാട് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു നാട്ടുകോഴി ബിരിയാണിയും കഴിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവാണ്. അങ്ങനെ ബായ് പറഞ്ഞ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പാടത്തൊക്കെ കൃഷി ചെയ്തിട്ട് അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പിലാണവർ. ഒരുപാട് പേര് അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ അതിനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്കിതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.